അങ്ങനെ സോണി ഒഫീഷ്യലായിട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഒഫീഷ്യൽ സ്യൂട്ട് റിവീൽ ചെയ്തിരിക്കുകയാണ്. ഒന്നും പറയാല്ല, റിയലി അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. ഈ ഒരു സ്യൂട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടോബിയുടെ ആൻഡ്രോയിഡ് സ്യൂട്ടിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്തിരിക്കുന്ന സാധനമാണ്. ലൈക്ക് ടോബിയുടെ സ്യൂട്ടിൽ നിന്ന് ഇൻസ്പയർ ആയി ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റഡ് വെബ് ഡിസൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് സ്യൂട്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന ആ ഡാർക്ക് കളർ കോമ്പോ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എനിക്കിവിടെ ഡൗട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ സ്പൈഡർമാൻ ഡേക്ക് സോണി റിലീസ് ചെയ്ത വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്യൂട്ടായിട്ടാണ് എനിക്ക് ഈ ഒരു സ്യൂട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. സ്പൈഡർമാൻ ഡേക്ക് സോണി റിലീസ് ചെയ്ത സ്പൈഡർമാൻ ലോഗോയിൽ നിന്ന് താഴേക്ക് പോകുന്ന പ്രൊജക്റ്റഡ് വെബ് ഡിസൈൻ നിങ്ങൾക്ക് ഒരിക്കലും ഇന്നലെ വന്ന വീഡിയോയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ സ്പൈഡർമാൻ സിനിമയിൽ സ്പൈഡർമാന്റെ 2 ഓൾട്ടർനേറ്റീവ് സ്യൂട്ടുകൾ കാണാറുണ്ട്. അതുപോലെ എന്തെങ്കിലും എന്തായാലും നോവേ ഹോമിന്റെ അവസാനം കാണിച്ച സ്യൂട്ടുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോ വീഡിയോയിലെ സ്യൂട്ടിനെ ഉള്ളൂ ചെറിയൊരു ബന്ധമുണ്ടെന്ന് പറയാൻ വേണ്ടി. അതിന്റെ ഡയറക്ടേഴ്സ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇത് സ്ട്രീറ്റ് ലെവൽ പടം തന്നെ ആയിരിക്കും, ഒരിക്കലും ഇതിനകത്തൊരു മൾട്ടിവേഴ്സ് സാധനങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. എന്നാൽ ഈ ഒരു പടത്തിൽ നമുക്ക് ഹൾക്കിനെയും പണിഷറിനെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ സിനിമയുടെ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഡൂംസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലീഡ് റൂസോ ബ്രദേഴ്സ് എന്തായാലും ഈ ഒരു പടത്തിന് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കൊടുക്കുന്നുള്ളതിന് നോ ഡൗട്ട്. സോ എത്ര പേര് ഈ ഒരു പടത്തിന് കാത്തിരിക്കുന്നത് മറക്കാൻ കമന്റ് ചെയ്യുക. എന്തായാലും ഒരു വർഷം 1.5 വർഷം ഉണ്ട്.